ഹായ്. അപ്പോൾ ഇന്ന് ഈ ടൈം ലൂപ്പ്, ടൈം മൾട്ടിവേഴ്സ്, ഈ കാകഭുഷുണ്ടി ഇത്തരം കാര്യങ്ങളെ പറ്റി എല്ലാം പറയാം. ഈ കാകഭുഷുണ്ടിയെ പറ്റി പലരും ഓൾറെഡി കേട്ടിട്ടുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ റീസെൻ്റ്ലി സംഭവം എന്ന് പറയുന്ന ഒരു സിനിമ വന്നതിന് ശേഷമാണ് ഈ കാകഭുഷുണ്ടിയെ പറ്റി ഒരുപാട് വിഷ്വൽസും ഒരുപാട് യൂട്യൂബ് വീഡിയോസൊക്കെ വരികയും എക്സ്പ്ലനേഷനൊക്കെ വരികയും പലരും ഈ കഥയൊക്കെ മനസ്സിലാക്കുകയും ചെയ്യുന്നത്. ഈ കാകഭുഷുണ്ടിയുടെ കഥ എന്നെ സംബന്ധിച്ച് വളരെ ഫാസിനേറ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഞാനിന്ന് രാവിലെ വീഡിയോ ചെയ്യാൻ തീരുമാനിക്കുന്നതിന് മുമ്പ് ഞാനിങ്ങനെ ആലോചിച്ചു. ഞാൻ സിറ്റ് ഔട്ടിലിരുന്ന് ഒരു കട്ടൻ ചായ കുടിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു കാക്ക ഇന്ന് എൻ്റെ അടുത്ത് വന്നിരിക്കുകയാണെങ്കിൽ കാക്കഭുഷുണ്ടിയെ പറ്റി ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇരുന്ന സമയത്ത് ഒന്നല്ല 2-3 കാക്കകൾ എൻ്റെ ചുറ്റിനും വന്നിരുന്നിട്ടുണ്ടായിരുന്നു. പ്യുവർലി കോൺഫിഡൻസ് ആയിരിക്കാം. എന്തായാലും അത് കാരണം ഞാൻ ഈ വീഡിയോ ചെയ്യാൻ തീരുമാനിച്ചു. കാകഭുഷുണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാക മീൻസ് കാക്ക എന്ന് തന്നെയാണ്. സോ കാക്കാഭുഷുണ്ടി എന്നാണ് ഞാൻ എപ്പോഴും കാകഭുഷുണ്ടിയെ പറയുന്നത്. അപ്പോൾ ഈ കാക്കാഭുഷുണ്ടിയെ പറ്റി സംസാരിക്കാം. കാക്കാഭുഷുണ്ടി ആരാണെന്ന് ആദ്യം പറഞ്ഞു തുടങ്ങാം. എനിക്ക് തോന്നുന്നു യുഗങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്ന ഒരു സാധാരണ ഈ സത്യം തേടി അലഞ്ഞിരുന്ന ഒരു വ്യക്തിയായിരുന്നു കാകഭുഷുണ്ടി എന്നാണ് കഥ പോകുന്നത്. ആ കഥയിൽ പറയുന്നത് അദ്ദേഹം ഒരു ദിവസം ഈ ശിവനെ പ്രാർത്ഥിച്ചുകൊണ്ടൊരു അമ്പലത്തിൽ ഇരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഗുരു കടന്നു വന്നു. എന്നാൽ ഗുരുവിനേക്കാൾ പ്രാധാന്യം ശിവനാണെന്ന് കരുതിയതിനാൽ അദ്ദേഹം ഗുരുവിനെ ശ്രദ്ധിക്കാതെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു എന്നാണ് പറയുന്നത്. ഇത് കണ്ട് ദേഷ്യം വന്ന ശിവഭഗവാൻ അദ്ദേഹത്തെ ശപിക്കുകയുണ്ടായി. ഇനിയുള്ള 1000 ജന്മങ്ങൾ അല്ലെങ്കിൽ 1000 വർഷങ്ങൾ നീ മൃഗയോനിയിൽ ജനിക്കുമെന്ന് പറഞ്ഞു. അതിനാൽ അദ്ദേഹം പക്ഷേ ഇത് കണ്ട വിഷമം തോന്നി ഗുരു അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും അദ്ദേഹത്തിന് എന്തെങ്കിലും ഒരു പരിഹാരം കൊടുക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു. സോ ശിവൻ ഒരു ഇത് കൊടുത്തു, അതായത് 1000 വർഷം കഴിഞ്ഞ് നീ സാധാരണ മനുഷ്യനായി ജനിക്കുമെന്ന് പറയുകയും 1000 വർഷത്തിനിപ്പുറം വീണ്ടും സാധാരണ മനുഷ്യനായിട്ട് അയോധ്യയിൽ ഈ ഭുഷുണ്ടി ജനിച്ചു എന്നാണ് പറയുന്നത്. ഭുഷുണ്ടി അയോധ്യയിൽ വെച്ച് ഈ സത്യാന്വേഷണമൊക്കെ തേടി നടക്കുന്ന സമയത്ത് ഒരു മഹർഷിയെ കാണുകയും മഹർഷിയുമായി ഒരു തർക്കത്തിൽ ഏർപ്പെട്ടു എന്നാണ് പറയുന്നത്. നിർഗുണഭക്തിയും സഗുണഭക്തിയും പറ്റിയാണ് ഈ തർക്കം നടക്കുന്നത്. സഗുണഭക്തിക്ക് വേണ്ടി കാക്കഭുഷുണ്ടി വാദിച്ചെന്നും നിർഗുണഭക്തിക്ക് വേണ്ടി ആ മഹർഷി വാദിച്ചു എന്നാണ് പറയുന്നത്. എനിവേ ഇദ്ദേഹത്തിന് തർക്കം കണ്ട് ദേഷ്യം വന്ന മഹർഷി ഇദ്ദേഹത്തെ ശപിക്കുകയുണ്ടായി. കാക്കയെപ്പോലെ വാദിക്കുന്ന നീ, അല്ലെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന നീ ഇനിയുള്ള കാലം അത്രയും കാക്കയായി തന്നെ ഇരിക്കട്ടെ എന്ന് ശപിക്കുകയാണ് ചെയ്തത്. എന്നാൽ പിന്നീട് ആ ഗുരുവിനും മാനസാന്തരം ഉണ്ടാവുകയും ഗുരു അദ്ദേഹത്തോട് പറഞ്ഞു, നീ കാക്കയായി ജീവിച്ചാലും നിനക്ക് ഈ എപ്പോൾ മരിക്കണമെന്ന് നിനക്ക് തീരുമാനിക്കാൻ കഴിയുന്നൊരു യോഗവിദ്യ നിനക്ക് ഞാൻ അനുഗ്രഹമായി തരികയാണെന്ന് അദ്ദേഹം കൊടുക്കുകയുണ്ടായി. അതുപോലെ തന്നെ നീ ഇപ്പോൾ മനുഷ്യനായിരുന്നപ്പോൾ നേടിയ ജ്ഞാനം അത്രയും, അല്ലെങ്കിൽ നീ ഇത്രയും യുഗങ്ങൾ അല്ലെങ്കിൽ ജന്മങ്ങൾ കൊണ്ട് നേടിയ ജ്ഞാനം അത്രയും നിന്നോടൊപ്പം തന്നെ എപ്പോഴും ഇരിക്കാൻ ഉള്ള അനുഗ്രഹവും അദ്ദേഹത്തിന് കൊടുക്കുകയാണ് ചെയ്തത്. അതിനാൽ കാക്കയായി മാറിയ ഭുഷുണ്ടിക്ക് അപ്പോഴും ജ്ഞാനമുണ്ടായിരുന്നു. അതായത് ഈ കാക്കാഭുഷുണ്ടി ഒരു ജീവൻ മുക്തനാണെന്നാണ് പറയുന്നത്. നമ്മുടെ രമണ മഹർഷിയൊക്കെ പോലെ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മുക്തി നേടിയ, എപ്പോഴും സമാധിയിൽ നിലനിൽക്കുന്ന വ്യക്തി, നിർവികൽപ്പ സമാധിയിൽ നിലനിൽക്കുന്ന വ്യക്തിയായിട്ടാണ് കാക്കാഭുഷുണ്ടിയെ കാണുന്നത്. കാക്കാഭുഷുണ്ടി പിന്നെയും കാലങ്ങളോളം ഭൂമിയിൽ ജീവിച്ചു, യുഗാന്തരങ്ങൾ ഭൂമിയിൽ ജീവിച്ചു എന്നാണ് പറയുന്നത്. ഈ കാക്കാഭുഷുണ്ടിക്ക് 2 തരം സിദ്ധികളുണ്ട്. ഒന്ന് സ്വച്ഛപ്രാണ എന്ന് പറയും, അതായത് എപ്പോൾ മരിക്കണമെന്ന് സ്വയം തീരുമാനിക്കാം, മരിക്കാതെ ശരീരത്തിനെ നിലനിർത്തി കൊണ്ടുപോകാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ കാലം ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണല്ലോ, കാലവും സമയവും ഏകദേശം ഒന്ന് തന്നെയാണ്. ഇതിൻ്റെ പുറത്തേക്ക് പോകാനുള്ള ഒരു യോഗവിദ്യ അല്ലെങ്കിൽ ഒരു സൂപ്പർ നാച്ചുറൽ പവറും കൂടി അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ടൈമിൻ്റെ വെളിയിലേക്ക് പോകാൻ സാധിക്കും. ടൈമിൻ്റെ വെളിയിൽ എന്താണെന്ന് നമുക്കിപ്പോൾ മനസ്സുകൊണ്ട് പറയാൻ വലിയ ബുദ്ധിമുട്ടാണ്. മനസ്സുകൊണ്ട് ചിന്തിക്കുന്നവർക്ക് അത് അക്സെപ്റ്റ് ചെയ്യാനും കേട്ടാൽ മനസ്സിലാവാനും ഒക്കെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് അതിനെപ്പറ്റി നമ്മൾ പോകണ്ട. ടൈമിന് വെളിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെ ടൈം സ്റ്റാർട്ട് ചെയ്യുകയും എൻഡ് ചെയ്യുകയും ചെയ്യും ഉറപ്പായിട്ടും. കാരണം തുടങ്ങുന്നത് എന്തിനും അവസാനമുണ്ട്. ശാസ്ത്രം പറയുന്നത് ബിഗ് ബാങ്ങോട് കൂടിയാണ് സമയം ആരംഭിച്ചതെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ബിഗ് ബാങ്ങിന് മുമ്പ് എന്തോ ഉണ്ടായിരുന്നു. അതെന്താണെന്ന് നമുക്ക് ഗ്രാസ്പ് ചെയ്യാൻ പോലും പറ്റില്ല. കാരണം നമ്മൾ ഈ റിയാലിറ്റിക്ക് അകത്തുള്ള ആളുകളാണ്. പക്ഷെ ആ എന്തോ ഒരു അവസ്ഥയിലേക്ക് മാറാൻ, ആ ഒരു സ്റ്റേറ്റിലോട്ട്, ആ ഒരു റിയാലിറ്റിയിലോട്ട് പോകാൻ കാക്കാഭുഷുണ്ടിക്ക് സാധിക്കും. കാരണം അദ്ദേഹത്തിന് ആ ഒരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റി ഉണ്ട്. അതുകൊണ്ട് തന്നെ ലോകങ്ങൾ തുടങ്ങുമ്പോഴും അവസാനിക്കുമ്പോഴും എല്ലാം കാക്കാഭുഷുണ്ടി ഈ അവസാനിക സമയത്ത് ടൈമിൻ്റെ വെളിയിലേക്ക് പോയി നിൽക്കും. വീണ്ടും ഒന്നേന്ന് ഒരു പ്രപഞ്ചം ആരംഭിക്കുമ്പോൾ തിരിച്ച് പ്രപഞ്ചത്തിലേക്ക് വരും. അതുകൊണ്ട് തന്നെ വീണ്ടും ഇവിടെ നടക്കുന്ന കാര്യങ്ങളെല്ലാം കാക്കാഭുഷുണ്ടിക്ക് കാണാൻ സാധിക്കുമെന്നാണ് പറയുന്നത്. ഞാനിപ്പോൾ ഈ ചെയ്യുന്ന വീഡിയോ പോലും കാക്കാഭുഷുണ്ടി കാണുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം കാക്കാഭുഷുണ്ടി ഇപ്പോൾ 16 തവണ മഹാഭാരതവും 11 തവണ രാമായണവും കണ്ടു എന്നാണ് പറയുന്നത്. എന്നാൽ
ഈ 16 തവണ ഇതൊരു ടൈം ലൂപ്പാണെന്നാണ് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നത്. അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് കാക്കാബുഷുണ്ടി രാമായണവും മഹാഭാരതമൊന്നും മാത്രമല്ല കാണുന്നത്, ഇവിടെ നടക്കുന്ന സർവ്വവും കാണുന്ന ഒരു കണ്ണാണ് കാക്കാബുഷുണ്ടി എന്ന് ഞാൻ വിചാരിക്കുന്നു. അത് ഏത് രൂപത്തിലാണെങ്കിലും മാനിഫെസ്റ്റ് ചെയ്യാമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ കാക്കാബുഷുണ്ടിയുടെ ഈ കഥ ഒരു ടൈം ലൂപ്പാണെന്ന് പലരും തെറ്റിദ്ധരിക്കാൻ ഉണ്ടായ കാരണം മഹാഭാരതവും രാമായണമൊക്കെ ഇത്രയും തവണ അദ്ദേഹം റിപ്പീറ്റഡ്ലി കണ്ടതുകൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു മൾട്ടിവേഴ്സിൻ്റെ കൺസെപ്റ്റാണ് ശരിക്കും പറയുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പേഴ്സണലി. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടൈം ലൂപ്പ് ആണെന്നുണ്ടെങ്കിൽ ഒരേ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് നടന്നുകൊണ്ടേയിരിക്കണം. പക്ഷെ കാക്കാബുഷുണ്ടി തന്നെ പറയുന്നുണ്ട് അദ്ദേഹം 16 തവണ മഹാഭാരതം കണ്ടപ്പോഴും 16 തവണയും 16 കാര്യങ്ങളാണ് സംഭവിച്ചതെന്ന്. അതായത് ഓരോ തവണയും കരുക്കൾ മാറിക്കൊണ്ടേയിരുന്നു, ഒരേ കാര്യം അതുപോലെ തന്നെ നടക്കുകയല്ല ചെയ്തിരുന്നത്. കരുക്കൾ അവിടെ എവിടെയൊക്കെ മാറുന്നത് അദ്ദേഹം വാച്ച് ചെയ്തു എന്നാണ് പറയുന്നത്. എന്നാൽ അന്തിമ വിധി എപ്പോഴും സെയിം ആയിരുന്നു എന്നും അദ്ദേഹം പറയുന്നത്. അതായത് ഡെസ്റ്റിനിയെ ചേഞ്ച് ചെയ്യാനാവില്ല എന്നൊരു പോയിന്റ് കൂടി അദ്ദേഹം പറയുന്നുണ്ട്. ഇതേ കാര്യം തന്നെ രാമായണത്തിലും അദ്ദേഹം പറയുന്നുണ്ട്. ഇതുകൊണ്ട് തന്നെ പല പഴയ പുരാണങ്ങളിലും രാമായണത്തിന് തന്നെ പല വെർഷനുകളുണ്ട്. സീത മഹാകാളിയായ എന്തോ രൂപാന്തരപ്പെട്ട ഒരു കഥ പോലും രാമായണത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതായത് സീത തന്നെ രാവണനെ കൊന്നു എന്നൊരു കഥ പോലും രാമായണത്തിലുണ്ട്. ഇതൊക്കെ പല പല റിയാലിറ്റിയിൽ സംഭവിക്കുന്നത്, അതെല്ലാം ഒരേ റിയാലിറ്റിയിൽ സംഭവിക്കുന്ന കാര്യങ്ങളല്ല. ഇപ്പം ഞാൻ നിങ്ങളോട് ഈ വീഡിയോയിൽ സംസാരിച്ചുകൊണ്ടിരുന്ന സെയിം സമയത്ത് എക്സിസ്റ്റ് ചെയ്യുന്ന മറ്റൊരു റിയാലിറ്റി ഉണ്ടായിരിക്കാം. ഈ മൾട്ടിവേഴ്സിൻ്റെ കൺസെപ്റ്റുകളും മൾട്ടിപ്പിൾ ഡയമെൻഷൻ്റെ കൺസെപ്റ്റുകളും ഒക്കെ ഇന്ന് ശാസ്ത്രം അംഗീകരിക്കുകയും തിയറൈസ് ചെയ്യുകയും ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഈ കഥ ഇന്ന് നമുക്ക് വളരെ റിലേറ്റബിൾ ആയിട്ട് തോന്നും. അന്ത കാലഘട്ടത്തിൽ ഈ കഥ വരുമ്പോൾ ഇത് പലർക്കും അക്സെപ്റ്റബിൾ ആയിരുന്നില്ല. പക്ഷേ മനുഷ്യൻ്റെ മനസ്സ് അന്നും ഇന്നും ഇങ്ങനെ 6-ാം നൂറ്റാണ്ടിലാണ് യോഗ വശിഷ്ഠവും ഈ രാമായണമൊക്കെ എഴുതപ്പെട്ടതായിട്ടൊക്കെ പറയുന്നത്. കാരണം രണ്ടും ഒരേ സമയത്ത് ഞാൻ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്യുറസി ഉറപ്പില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ യോഗ വശിഷ്ഠം എഴുതിയതും രാമായണം എഴുതിയതും വാൽമീകിയാണ്. ഈ രണ്ട് പുസ്തകങ്ങൾക്കുള്ളിലുമാണ് ഈ കാക്കാബുഷുണ്ടി എന്ന് പറഞ്ഞ കഥാപാത്രത്തെ പറ്റി പറയുന്നത്. ഇത് രണ്ടും എഴുതിയത് വാൽമീകി ആയതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഒരു സങ്കല്പ സൃഷ്ടിയാണ് ഈ കാക്കാബുഷുണ്ടി എന്ന് പലരും പറയുന്നത്. അത് വാൽമീകിയുടെ ഒരു സങ്കല്പ സൃഷ്ടിയാണെന്ന്. എന്നാൽ കാക്കാബുഷുണ്ടിയുടെ കാഴ്ചപ്പാട് നോക്കിക്കഴിഞ്ഞാൽ രാമായണം വാൽമീകി രാമായണം മാത്രമല്ല എക്സിസ്റ്റ് ചെയ്യുന്നത്. പിന്നെയും 11 രാമായണങ്ങൾ വേറെ ഉണ്ട്. ഇത് അന്ന് യോഗവശിഷ്ഠവും അന്ന് കാക്കാബുഷുണ്ടിയുടെ കഥയൊക്കെ എഴുതപ്പെടുന്ന കാലത്തുള്ള കൺസെപ്റ്റാണ്. ഇന്ന് നോക്കിക്കഴിഞ്ഞാൽ ആ 11 രാമായണം എന്നുള്ളത് ചിലപ്പോൾ 20 രാമായണമായിട്ടുണ്ടാവാം. കാരണം ഇതെല്ലാം ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും, വീണ്ടും വീണ്ടും സംഭവിച്ചുകൊണ്ടേയിരിക്കും. കൃഷ്ണൻ പോലും ഇതിൻ്റെ ഒരു കൺസെപ്റ്റാണ് ഭഗവത്ഗീതയിൽ സാക്ഷാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ പറയുന്നത്, യുഗയുഗാന്തരങ്ങളിൽ ധർമ്മം പുനഃസ്ഥാപിക്കാൻ ഞാൻ വീണ്ടും അവതരിച്ചുകൊണ്ടേയിരിക്കുന്നു. കാരണം ഇവിടെ ഇതേ കാര്യങ്ങൾ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഇന്ന് കാക്കാബുഷുണ്ടി ഇവിടെ ഇപ്പോൾ ഉണ്ടെന്നും കലിയുഗം അവസാനിക്കുന്നവരെ കാക്കാബുഷുണ്ടി ഇവിടെ ഉണ്ടാകും എന്നുമാണ് കാഴ്ചപ്പാട്. ഈ കാക്കാബുഷുണ്ടിക്ക് ഉള്ള ഈ ടാലൻറ്റ് എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും അച്ചീവ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമാണെന്നാണ് ഒരു വിശ്വാസം. ഈ ഇത്രയും വർഷം ജീവിക്കാൻ സാധിക്കുമോ, ശരീരത്തിനെ ഒരു യോഗവിദ്യ കൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കുമോ, അതോ അല്ലെങ്കിൽ ടൈമിന് വെളിയിലേക്ക് പോകാൻ സാധിക്കുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്കൽ പോസിബിലിറ്റിയെ പറ്റി എനിക്കറിയില്ല. പക്ഷേ ഏതൊരു മനുഷ്യനും ഈ ജീവൻ മുക്തൻ എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്താൻ പറ്റുമെന്നാണ് എൻ്റെ വിശ്വാസം. രമണ മഹർഷിയിൽ നിന്നാണ് എനിക്ക് ആ ഒരു വിശ്വാസം ഉണ്ടാവാൻ കാരണം. രമണ മഹർഷി എല്ലാം ഈ എന്താ പറയുക, ജീവൻ മുക്ത അവസ്ഥയിലേക്ക് എത്തിയ വ്യക്തികളാണ്. അപ്പം സ്വബോധത്തെ തിരിച്ചറിയുന്ന വ്യക്തിക്ക്, അതായത് സ്വയം ജ്ഞാനമായി മാറിയ വ്യക്തിക്ക്, ശുദ്ധമായ ബോധാവസ്ഥയിലേക്ക് എത്തിയ ഒരു മനുഷ്യന് കാക്കാബുഷുണ്ടിയുടെ അവസ്ഥയിലേക്ക് എത്താൻ സാധിച്ചെന്നിരിക്കും. കാരണം അപ്പോൾ അദ്ദേഹത്തിൻ്റെ സൈക്കോളജിക്കലി ടൈമിന് വെളിയിലോട്ട് പോവുകയാണ്. ഫിസിക്കൽ ബോഡി അപ്പോഴും ടൈമിനുള്ളിലായിരിക്കും, പക്ഷേ സൈക്കോളജിക്കൽ ലെവലിൽ നമ്മൾ ടൈമിൻ്റെ പുറത്തേക്ക് പോകണം. വി ആർ ഔട്ട് ഓഫ് മൈൻഡ് എന്ന് പറയും. മനസ്സിന് പുറത്തേക്കുള്ളൊരു അവസ്ഥയിലേക്ക് എത്തി. മനസ്സിന് പുറത്തേക്കുള്ളൊരു അവസ്ഥയിൽ എത്തിക്കഴിഞ്ഞാൽ അവർക്ക് എന്തും പോസിബിൾ ആണെന്നാണ് കൺസെപ്റ്റ്. അത് നമുക്ക് എക്സ്പ്ലെയിനബിൾ അല്ല ഇവിടെ. കാരണം അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യണമെങ്കിൽ മനസ്സ് ഉപയോഗിക്കണം, അത് നിങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മനസ്സ് ഉപയോഗിക്കണം. മനസ്സിനപ്പുറത്തേക്കുള്ളൊരു കാര്യം മനസ്സിലാക്കാൻ മനസ്സിലൊരിക്കലും സാധിക്കില്ല എന്ന് തന്നെ പറയേണ്ടി വരും. ഈ കാക്കാബുഷുണ്ടിയെ പോലെ തന്നെ നമ്മളും ജീവൻ മുക്ത അവസ്ഥയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നടക്കുന്ന യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ടാവും. അതായത് ഇവിടെ നടക്കുന്നതെല്ലാം ഒരു പ്ലേ ആണ്, ഒരു ഡ്രാമയാണെന്നൊരു പൊതുവായ ധാരണ നമുക്ക് എല്ലാവർക്കും ഉണ്ട്. ഈ ഒരു ആത്മീയമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നവർക്കും അല്ലാത്തവർക്കും ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ഫീലിംഗ് ഉണ്ടാവും, ഇതൊന്നും റിയൽ അല്ല. ഉറങ്ങുമ്പോൾ സ്വപ്നം കാണുന്ന മനുഷ്യന് ഉണർന്നു കഴിയുമ്പോൾ ഇപ്പോൾ നടക്കുന്നത് പോലും സ്വപ്നമാണോ അല്ലയോ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം നമ്മൾ ഉണർന്നാൽ മാത്രമേ നമുക്ക് അതും പറയാൻ സാധിക്കുകയുള്ളൂ. ഈ കാക്കാബുഷുണ്ടിയുടെ കഥയും ഇത്തരം ജീവൻ മുക്ത അവസ്ഥയെ പ്രകീർത്തിക്കുന്ന ഒരു കാര്യമാണ്. ഈ മൾട്ടിപ്പിൾ യൂണിവേഴ്സും മൾട്ടിപ്പിൾ റിയാലിറ്റിയൊക്കെ അന്ധകാലത്ത് തന്നെ പലരും മനസ്സിലാക്കുകയും തിയറൈസ് ചെയ്യുകയും ചെയ്തിരുന്നു. കാരണം മനസ്സിൻ്റെ പല തലങ്ങളിലേക്ക് പോകാൻ കാലഘട്ടത്തിൽ തന്നെ പല മനുഷ്യർക്കും സാധിച്ചു എന്നുള്ളൊരു ഉദാഹരണമാണത്.
എനിക്ക് തോന്നുന്നു ഈ ബാലകൃഷ്ണ പിള്ള എന്ന് പറയുന്ന രമണ മഹർഷിയോടൊപ്പം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ അതേ ലെവലിലെത്തിയ ഒരു ജീവൻ മുക്തൻ തിരുവനന്തപുരം നഗരത്തിൽ ജീവിച്ചിരുന്നു. അദ്ദേഹം ഇപ്പോൾ മരണപ്പെട്ടു പോയി. അദ്ദേഹത്തെ പറ്റി നോച്ചൂർ വെങ്കട്ടരാമൻ എന്ന് പറഞ്ഞ വ്യക്തി ഒരു കഥ പറഞ്ഞ് ഞാൻ ഓർക്കുന്നു. ഈ കക്കാബുഷുണ്ടിയുടെ ഭാഗം വരുന്നത് യോഗ വസിഷ്ഠത്തിലാണ്. യോഗ വശിഷ്ഠത്തിലെ ഒരു ഭാഗം അദ്ദേഹം ഇത് ഒരു സദസ്സിന് മുമ്പിൽ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരു കാക്ക അദ്ദേഹത്തിൻ്റെ മടിയിൽ വന്നിരുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹം ആ ഒരു 1.5 മണിക്കൂറുള്ള പ്രഭാഷണം പൂർത്തിയാക്കുന്നവരെ അദ്ദേഹത്തിൻ്റെ മടിയിൽ ആ കാക്ക ഇരിപ്പുണ്ടായിരുന്നു എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എനിക്കൊന്ന് അദ്ദേഹം പറയുന്ന വീഡിയോ നിങ്ങൾക്ക് യൂട്യൂബിൽ എവിടെയെങ്കിലും കാണാൻ സാധിക്കും. അല്ലെങ്കിൽ അദ്ദേഹത്തോട് നേരിട്ട് ചോദിച്ചാലും മതി. നോച്ചൂർ വെങ്കട്ടരാമനോട്. ബാലകൃഷ്ണപിള്ള സാറ് മരിച്ചുപോയി. എനിവേ, അപ്പോൾ കക്കാബുഷുണ്ടി ഇപ്പോഴും ഇവിടെ ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു ഫിസിക്കൽ ബോഡിയിലാണോ എക്സിസ്റ്റ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കറിയില്ല. ഇതൊരു മെമ്മറിയാണ്. ഈ കക്കാബുഷുണ്ടി ഇത്രയും ജന്മങ്ങൾ അക്യുമുലേറ്റ് ചെയ്ത മെമ്മറി ഇവിടെ ട്രാൻസ്ഫോം ചെയ്ത് പോകുന്നുണ്ട് ജന്മജന്മാന്തരങ്ങളിൽ, യുഗയുഗാന്തരങ്ങളിലും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ജീവൻ മുക്ത അവസ്ഥയിലേക്ക് എത്തിയ ഒരു മനുഷ്യന് പിന്നീട് മനസ്സുമായ ഒരു അറ്റാച്ച്മെൻ്റ് ഇല്ല. അവൻ്റെ മെമ്മറിയൊക്കെ അവൻ തന്നെ ഉണ്ടായിരിക്കും, പക്ഷേ മനസ്സൊരു അറ്റാച്ച്മെൻ്റ് ഇല്ല. അവർ ടൈമിനും ഈ ഇതിന് പുറത്താണ്, ടൈമിനും മനസ്സിനും പുറത്താണ്. ഈ മനസ്സ് തന്നെയാണ് സൈക്കോളജിക്കൽ ടൈമായിട്ട് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നടക്കുന്ന റിയാലിറ്റിയുടെ പല വെർഷനുകൾ കാണാൻ സാധിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ കാക്കാബുഷുണ്ടി ഒരു സിനിമ കണ്ട പോലെ ഈ യുഗയുഗാന്തരങ്ങളിലെ കാഴ്ചകൾ കണ്ടുപോയതുപോലെ ശുദ്ധബോധാവസ്ഥയിലെത്തുന്ന ഏതൊരു മനുഷ്യനും കാണാൻ സാധിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എസ്പെഷ്യലി ഈ ശരീരം നിലനിൽക്കില്ല എന്നുള്ള കാര്യത്തിൽ എനിക്കിപ്പോഴും കൺഫ്യൂഷനുണ്ട്. കാരണം ശരീരം ഈ ഫിസിക്കൽ റിയാലിറ്റിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ പിന്നീട് അത് നശിച്ചു പോകാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. എന്നാൽ ശരീരം നശിച്ചു പോയാലും ഈ ശുദ്ധമായ ബോധാവസ്ഥയിലെത്തിയ വ്യക്തി ശരീരത്തിനും അപ്പുറത്താണ്, മനസ്സിനും അപ്പുറത്താണ്. അദ്ദേഹത്തിന് എപ്പോഴും എല്ലാ കാലത്തിലും എല്ലാ യുഗത്തിലും ടൈമിന് പുറത്തും അപ്പുറത്തും ഇപ്പുറത്തും എല്ലായിടത്തും എക്സിസ്റ്റൻസ് ഉണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലുള്ള ഏതൊരു ജീവൻ മുക്തനും ഇതെല്ലാം കാണാൻ സാധിക്കുമെന്ന് പറയുന്ന കൺസെപ്റ്റുമായിട്ട് ഞാൻ വളരെ ഒത്തുപോകുന്നുണ്ട്. എൻ്റെ ഒരു കാഴ്ചപ്പാടിനെ പറ്റിയാണ് ഞാൻ പറയുന്നത്. എനിവേ, ഇപ്പം ഞാൻ കക്കാബുഷുണ്ടിയുടെ കാര്യം ഇവിടെ പറയാനുണ്ടായ സാഹചര്യം കൂടി പറയാം. ഞാൻ പറയാനുണ്ടായ കാരണം ഇവിടെ നടക്കുന്ന എല്ലാ റിയാലിറ്റിക്കും മൾട്ടിപ്പിൾ സിറ്റുവേഷൻസ് ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് ഇവിടെ നടക്കുന്ന ഏതൊരു കാര്യത്തിനും വീണ്ടും വേറെയും കഥകളുണ്ടായിരിക്കും. അത് അവിടെ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. ഇപ്പോൾ ഇതേ സമയത്ത് സംഭവിക്കുന്നുണ്ടായിരിക്കാം, എപ്പോഴും എല്ലാ സമയത്തും സംഭവിച്ചുകൊണ്ടേയിരിക്കും. അതായത് ഇപ്പോൾ എക്സിസ്റ്റ് ചെയ്യുന്ന ഏത് റിയാലിറ്റിയും അല്ലെങ്കിൽ ലോകത്ത് ഒരിക്കലെങ്കിലും നടന്ന സംഭവമോ നടക്കാൻ പോകുന്ന സംഭവമോ ഈ നിമിഷം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് വിശ്വാസം. നമുക്ക് ഞാൻ ഇത്രയും ലെങ്തിൽ ഈ കാര്യങ്ങൾ പറഞ്ഞു തന്നപ്പോൾ നിങ്ങൾക്ക് തന്നെ ഓൾറെഡി ഒരു കൺഫ്യൂഷൻ ഉണ്ടായി. എന്തുകൊണ്ടാണ് ഈ കൺഫ്യൂഷൻ ഉണ്ടാകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നമ്മൾ മനസ്സുകൊണ്ട് ഇതിനെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതുകൊണ്ടാണ്. മനസ്സുകൊണ്ട് ഇതിനെ ഒരിക്കലും മനസ്സിലാക്കാൻ ശ്രമിക്കരുത്, നടക്കില്ല. ബോധം കൊണ്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. അതായത് അവയർനെസ്സോട് കൂടി നോക്കുമ്പോൾ അവയർനെസ്സിൽ ചില അവബോധങ്ങളുണ്ടാവും. ആ അവബോധത്തിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. തീർച്ചയായിട്ടും ഇൻസൈറ്റ്സിൽ ഉണ്ടാവും. അല്ലാതെ മൈൻഡിൻ്റെ തലത്തിൽ ഇത് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും മനസ്സിലാവില്ല. പക്ഷേ ബേസിക് പോയിന്റ് ഓഫ് ഓൾ ദിസ് ഈസ് ദാറ്റ് എന്താണ്, ജീവൻ മുക്ത അവസ്ഥയിലെത്തിയ ഏതൊരു മനുഷ്യനും ഈ റിയാലിറ്റിയുടെ അല്ലെങ്കിൽ ഈ മൾട്ടിപ്പിൾ റിയാലിറ്റികളുടെ മൾട്ടിവേഴ്സുകളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരേ സമയത്ത് സംഭവിക്കുന്ന ഡിഫറെൻറ്റ് റിയാലിറ്റികളിൽ നിന്ന് പുറത്തു വരാൻ സാധിക്കും. സോ മോക്ഷം ഏതൊരു മനുഷ്യനും ഏതൊരു കാലത്തിലും സാധ്യമാണ്, അതും ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ എന്നാണ് പറയുന്നത്. ഒരിക്കൽ മോക്ഷം നേടിയ ആൾക്ക് പിന്നെ ജനനമോ മരണമോ ഇല്ല. അദ്ദേഹം സമയത്തിനും കാലത്തിനും ഒക്കെ വെളിയിലാണല്ലോ. സോ തികച്ചും അദ്ദേഹം എപ്പോഴും നിലനിൽക്കും. സോ ആ അവസ്ഥയിലേക്ക് എത്താൻ നിങ്ങൾക്കും സാധിക്കട്ടെ. കാക്കാബുഷുണ്ടിയുടെ ദർശനം നിങ്ങൾക്കും ഉണ്ടാവട്ടെ. താങ്ക് യു.